IQSoftന്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്രൊഡക്റ്റ് മെർജ് യൂട്ടിലിറ്റീസ്, അക്കൗണ്ട് മെർജ് യൂട്ടിലിറ്റീസ് എന്നീ സ്ക്രീനുകളാണ്. പ്രൊഡക്റ്റ് മെർജ് യൂട്ടിലിറ്റീസ് എന്താണെന്ന് നോക്കാം. ഒരേ പ്രൊഡക്റ്റ് ഒന്നിൽ കൂടുതൽ പേരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെ മെർജ് ചെയ്ത് ഒറ്റ പ്രൊഡക്റ്റാക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മഞ്ച് എന്ന പേരിൽ ഒരു പ്രൊഡക്റ്റും മഞ്ച് 5 എന്ന പേരിൽ ഒരു പ്രൊഡക്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ പ്രൊഡക്റ്റാണ്. ഇതെങ്ങനെ മെർജ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി യൂട്ടിലിറ്റീസ് ഓപ്പൺ ചെയ്യുക, മെർജ് യൂട്ടിലിറ്റീസ്, പ്രൊഡക്റ്റ് മെർജ് യൂട്ടിലിറ്റീസ് ഓപ്പൺ ചെയ്യുക. സോഴ്സ് എന്ന് പറയുന്നത് തെറ്റായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏത് പ്രൊഡക്റ്റിലേക്കാണോ മെർജ് ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റും സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഡക്റ്റ് മെർജായി വന്നിട്ടുള്ളത്. അടുത്തതായി അക്കൗണ്ട് ഹെഡ് മെർജ് യൂട്ടിലിറ്റീസ് എന്താണെന്ന് നോക്കാം. എന്തെങ്കിലും കാരണവശാൽ ഒരേ അക്കൗണ്ട് ഹെഡ് പലതവണ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെ മെർജ് ചെയ്ത് ഒരേ അക്കൗണ്ട് ഹെഡായി മാറ്റുവാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വേണു എന്ന പേരിലും വേണു കൊല്ലം എന്ന പേരിലും രണ്ട് അക്കൗണ്ട് ഹെഡുകൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. ഇതെങ്ങനെയാണ് മെർജ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി യൂട്ടിലിറ്റീസ് മെനുവിൽ നിന്നും അക്കൗണ്ട് മെർജ് യൂട്ടിലിറ്റീസ് ഓപ്പൺ ചെയ്യുക. സോഴ്സ് എന്ന് പറയുന്നത് തെറ്റായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഹെഡ് സെലക്ട് ചെയ്യുക. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിലേക്കാണോ മെർജ് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് ഹെഡ് ചൂസ് ചെയ്യുക. സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ചെക്ക് ചെയ്താൽ അക്കൗണ്ട് ഹെഡ് മെർജായി വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും.